الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا واسوتنا وحبيبنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف للإثم فإن الله غفور رحيم صدق الله സദഖല്ലാഹു മൗലാന അൽ-അലീം. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും തഖ്വയോടുകൂടിയും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശ്വാസിയുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു സംഗതി നിഷിദ്ധമാകുന്നതും അനുവദനീയമാകുന്നതും അത് ഏതെങ്കിലും പദവി അനുസരിച്ചോ സ്റ്റാറ്റസ് അനുസരിച്ചോ വ്യക്തികളിൽ നിന്ന് മറ്റ് വ്യക്തികളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അനുവദനീയതയോ നിഷിദ്ധമായ അവസ്ഥയോ മാറിപ്പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അൽ ഹറാമു ഹറാമുൻ അലൽ ജമിയ. ഹറാം എന്നാൽ എല്ലാവർക്കും ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇസ്ലാം സംസാരിക്കുന്നത്. ബനൂ ഇസ്രായേലിലെ, പ്രത്യേകിച്ചും അഹ്ലു കിതാബിലെ ജൂതന്മാർ തങ്ങളിൽ ചിലർക്കൊക്കെ ചിലത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിക നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക്, അറബികൾക്ക് അത് അനുവദനീയമാണ്, അതല്ലെങ്കിൽ തുർക്കികൾക്ക് അത് അനുവദനീയമാണ്.
ഇന്ത്യക്കാർക്കത് പറ്റില്ല. അങ്ങനെ ഒരു പ്രദേശത്തിനോ ഒരു നാടിനോ ഒരു ഭാഷയ്ക്കോ എന്തെങ്കിലും ഒരു മേൽക്കൈ കൊടുത്തുകൊണ്ട്, അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്കിത് ഹറാം, ഇന്ന കൂട്ടർക്കത് സാധിക്കുന്നതാണ്, അതല്ലെങ്കിൽ അവർക്ക് പറ്റുന്നതാണ് എന്നൊരു വേർതിരിവ് ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങൾ പരിശോധിക്കുന്നിടത്തും അൽ ഹറാമു ഹറാമുൻ അലൽ ജമിയ, അതെത്ര പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, സമൂഹത്തിൽ വിലയും നിലയും നമ്മളൊക്കെ കൽപ്പിച്ചു കൊടുക്കുകയും അതല്ലെങ്കിൽ നമ്മൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കുകയും ചെയ്ത മനുഷ്യന്മാരാകട്ടെ, ഇവരൊക്കെയും അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാമെന്ന് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് അൽ ഹറാമു ഹറാമുൻ അലൽ ജമിയ, എല്ലാവർക്കും ബാധകമായ ഒരു ഹറാമിനെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതിനെ തുടർന്ന് വരുന്ന ഇസ്ലാമിലെ അടുത്ത ഒരു ഖായിദ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. ചില അവശ്യ ഘട്ടങ്ങൾ ജീവിതത്തിൽ, അനിതര സാധാരണമായ ചില ഘട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരും. ആ സമയത്ത് നമുക്ക് നിഷിദ്ധമായ ചില സംഗതികൾ പോലും പ്രത്യേകമായ നിബന്ധനകളോടുകൂടി ഇസ്ലാം അനുവദനീയമാക്കി തരും. പക്ഷെ അതൊരു സ്വയം നിലക്കൊരു നിയമമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വളരെ സ്വാഭാവികമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ പലിശ ഇടപാടുകൾ, അതല്ലെങ്കിൽ നമ്മൾ കടമെന്നുള്ള പേരിൽ കൊടുക്കുന്നതിന് തന്നെയും, അത് പലിശ എന്ന് പറയുന്ന ഇടപാട് എന്നുള്ള നിലക്കല്ല, കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടത്തിൻ്റെ അവധി തെറ്റിയാൽ അതിന് വരുന്ന അതിൻ്റെ ഒരു മേൽപ്പലിശ, അത്തരത്തിലൊക്കെയുള്ള ഇടപാടുകളുമായി ബന്ധപ്പെടുത്തി സ്വാഭാവികവൽക്കരണം സംഭവിച്ചിട്ടുള്ള, എല്ലാവരും അത് ഒരു സ്വാഭാവികതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഇസ്ലാം ഇതിനെ കൂട്ടുപിടിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ ഒരാൾ കുടുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടം, അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ സൂറത്തു അൽ മാഇദയിലെ ഈ 3-ാമത്തെ ആയത്ത് ഓതിയത്, ഖുതുബയുടെ തുടക്കത്തിൽ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് ഭക്ഷണങ്ങൾ ഇതൊക്കെ അനുവദനീയമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും, ഇതൊക്കെ പറ്റും എന്ന് പറയല്ല ചെയ്യുന്നത്, ഇന്നത് പറ്റില്ല എന്ന് പറയാം. അത് വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ മാത്രം നമുക്ക് ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് സാമാന്യമായ അതിൻ്റെ ഒരു അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ്. അല്ലാഹു പറയുന്നു, ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, ചത്തുപോയത്, അതായത് ശവം, അതായത് ഒരു ഡെഡായ ഒരു സംഗതി, നിങ്ങൾ അറുത്തതല്ല, സ്വയം നിലക്ക് മരിച്ചത്, അത് നിങ്ങൾക്ക് അനുവദനീയമല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അറബികളെന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മരിക്കുന്നൊരു വസ്തു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ള മരിക്കുന്നത്, അല്ലേ? ഒരു വസ്തു മരിക്കുമ്പോൾ, ഒരാട് ചത്തു എന്ന് കരുതുക, നമ്മൾ അറുക്കല്ല, ഒരാട് ചത്തു, അതല്ലെങ്കിൽ ഒരു പശു ചത്തു. അപ്പോൾ അറബികളുടെ ന്യായം, അന്നുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ഒരു ന്യായം, അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം മരിച്ച ഒരു പശു ആടാണ്, അതിൻ്റെ മാംസം നമുക്ക് കഴിക്കുന്നതിന് എന്താ പ്രശ്നം? നമ്മൾ അറുത്തതാണ് കഴിക്കുന്നത്. അതായത് അള്ളാഹു തീരുമാനിച്ച് മരിച്ചതാണ്, അള്ളാഹു തീരുമാനിച്ച് മരിച്ച ഒരു പശുവിൻ്റെ ജഡം, അതല്ലെങ്കിൽ അതിൻ്റെ ശവം, അതല്ലെങ്കിൽ അതിൻ്റെ മാംസം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അത് അവരുടെ സ്വാഭാവികമായ ന്യായമാണ്, ന്യായീകരണമാണ്. അല്ലാഹു പറഞ്ഞു, ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, ഒരു സ്വയം നിലക്ക് ചത്ത ഒരു വസ്തുവിനെ നിങ്ങൾ കഴിക്കരുത്. വദ്ദം, രക്തം ഇങ്ങനെ ഉറിഞ്ചി വാരി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് പാടില്ല. വലഹ്മുൽ ഖിൻസീരി, പന്നി മാംസം നിങ്ങൾക്ക് പാടില്ല. അതുപോലെ തന്നെ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിൻ്റെതല്ലാത്ത പേരിൽ അറുക്കപ്പെട്ടത്. ഇനി ആ ചത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില വ്യത്യസ്ത രൂപത്തിൽ ചത്തത്, വൽ മുൻഖനിഖതു വൽ മൗഖൂദതു വൽ മുതറദ്ദിയതു വൻ നതീഹതു, കുത്തിച്ചത്തത്, പരസ്പരം പോരിട്ട് പരസ്പരം മുട്ടനാടുകൾ കൂട്ടിയിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇടിച്ച് ചത്തത്, അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചത്തത്, പരിക്കേറ്റ് ചത്തത്, മുറിവേൽപ്പിക്കപ്പെട്ട് ചത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പാടില്ല, നിങ്ങൾക്ക് ഭക്ഷണമായി പാടില്ല. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക നിയമങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനങ്ങളെ, എവിടെയാണ് ഇസ്ലാം ഒരു സംഗതിയെ നിഷിദ്ധമായി മനസ്സിലാക്കുന്നത് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരിടമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിഷിദ്ധതകൾ.
അതിനുശേഷം പറഞ്ഞു നിങ്ങൾ വന്യമൃഗങ്ങൾ വേട്ടയാടി പിടിച്ചത്, അതുപോലെ തന്നെ അവ തിന്ന് ബാക്കിയാക്കിയത്, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ലോട്ടറിയുടെയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ പരീക്ഷണങ്ങളുടെയോ ഭാഗമായി നിർത്തിയത്, ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. എന്നിട്ട് പറഞ്ഞു അൽയൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും. ഇതാണ് അള്ളാന്റെ ദീൻ. ബാക്കിയുള്ളവർ പലതും പറയും. അൽയൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും. കാഫിറുകൾ ഇന്നിതാ അള്ളാഹു ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് കുഫാറുകൾ മുഴുവൻ അവരുടെ നിരാശയിലാണ്. അതുകൊണ്ട് ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ അവരെ പേടിക്കാനൊന്നും പോകണ്ട. വഖ്ശൗനി, ഞാൻ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. എന്നെ മാത്രം ഭയപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നെ മാത്രം കീഴൊതുങ്ങിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭക്ഷണത്തിന്റെ അനുവദനീയതയും അനനുവദനീയതയും പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നിതാ നിങ്ങൾക്ക് ഈ ദീൻ ഇവിടെ വെച്ച് പൂർത്തീകരിച്ചു തരുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ ഇതാ ഇവിടെ വെച്ച് പൂർണ്ണമാക്കി തരുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാമിത പൊരുത്തപ്പെട്ടൊരു ദീനായി നിങ്ങൾക്കിത് പൊരുത്തപ്പെട്ട് തരുന്നു. നമ്മൾ കല്യാണവേളയിൽ വെച്ച് ഇങ്ങനെ പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറയും. അള്ളാഹ് പറയണം ഈ ദീനിതാ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവസാന സമയത്ത് ആയത്തുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്ത് ആ സമയത്തെ ആയത്തുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹ് പറയാണ് ഇതാണ് നിയമങ്ങൾ. ഈ നിയമങ്ങളിൽ അതിനുശേഷം ഒരു ആയത്ത് പറയാം. പല ഭാഗങ്ങളിലും ആയത്തുകളുണ്ട് ഇതിന് സമാനമായ. പക്ഷെ ഈ ആയത്തിൽ അള്ളാഹ് പറയാണ് എന്നാൽ ഫമനിൽ തുർറ ഫീ മഖ്മസത്തിൻ, ഒരാൾ കടുത്ത പട്ടിണിയിൽ പെട്ടു, വേറെ ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനേ പറ്റില്ല, മരണപ്പെടുന്നൊരവസ്ഥയാണ്, അത്ര വലിയൊരു പട്ടിണി. അപ്പോൾ അയാൾക്ക് കിട്ടിയത് ആകെ കൂടിയുള്ളതൊരു ചത്ത ഒരു മൃഗത്തിൻ്റെ ഒരു മാംസമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. ഇസ്ലാമിൽ ചില നിർബന്ധിതാവസ്ഥകൾ ഇതൊക്കെ ഹറാമാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ സമയത്ത് മാത്രം അനുവദനീയമാകും. അതിന് അള്ളാഹ് പറയുന്നത് ഗൈറ ബാഗിൻ വലാ ആദിൻ എന്നാണ്. ഗൈറ ബാഗിൻ വലാ ആദിൻ, അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഇസ്ലാമിൽ അനുവദനീയമല്ലാത്തൊരു സംഗതി നിർബന്ധിതമായി നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നാൽ അള്ളാഹ് അതിന് പറയുന്നത് ഗൈറ ബാഗിൻ, നിങ്ങളത് ആഗ്രഹിച്ച് ചെയ്യരുത്. വലാ ആദിൻ, അതിര് വിട്ടും ചെയ്യരുത്. അതായത് എന്തു വന്നാലും കിട്ടിയതല്ല എന്ന് കരുതി ഒരു 2 കിലോ ഇറച്ചി തിന്നാൻ നിൽക്കരുത്. എന്തു വന്നാലും എനിക്കുള്ള അവസരമാണെന്ന് കരുതി മുതലാക്കാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ ഗൈറ ബാഗിൻ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടല്ലേ, ഞാൻ തേടി നടക്കുകയായിരുന്നു ഈ അവസരം എന്നൊരു ആഗ്രഹവും പാടില്ല. ഇത് ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങൾക്കും ബാധകമാണ്. ചില ആളുകൾ പറയും കുടുങ്ങി നിവൃത്തിയില്ലാതെ പലിശ എടുക്കേണ്ടി വന്നു. എന്ത് നിവൃത്തികേട്? പലിശ എടുക്കുന്നത് 2.5 കോടി 5 കോടി ഇതിനല്ല. ഇത് അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്തിൽ വരൂല. അതായത് ഗൈറ ബാഗിൻ, അത് ആഗ്രഹിക്കുക, ഒരാൾ മരണപ്പെടുക, അതല്ലെങ്കിൽ അയാൾക്ക് അതല്ലാതെ വേറൊരു അവസ്ഥയില്ലാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ ഗൈറ ബാഗിൻ, അതിലേക്കൊരാൾ പോകുന്നുണ്ടെങ്കിൽ. ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഫത്വയൊക്കെ കൊടുക്കുമ്പോൾ ഇത് ചില നിർബന്ധിത ഘട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ പലിശയിൽ പോയി ചെന്ന് ചാടിയിട്ടുണ്ടാവും. അവരോട് പറയുക വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോരാണ്. അല്ലാതെ ആ പലിശയെ ന്യായീകരിക്കുന്ന ഫത്വ കൊടുക്കാൻ പറ്റൂല. ചിലർ പോയി ചാടി കുടുങ്ങിയിട്ടുണ്ടാകും. ഇസ്ലാമിലെ സക്കാത്ത്, സ്വതക്ക, പരസ്പര സഹകരണം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെയും ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് സ്വാഭാവികമായി അവർ ചെന്ന് ചാടുന്ന ചില കുരുക്കുകളുണ്ട്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ തമ്മിലുള്ള പരസ്പര ഇടപാടുകളിൽ കടം കൊടുക്കുന്നതിന് അത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയേണ്ടി വരും. കടം കൊടുക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ റിബയാണ്. തിരിച്ച് പ്രതീക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് കടം കൊടുക്കുകയല്ല, കടം കൊടുപ്പിക്കുകയാണ്, കടം എടുപ്പിക്കുകയാണ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നിർബന്ധിതമായ ചൂഷണമാണ്.
അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ഗൈറ ബാഗിൻ വലാ ആദിൻ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെന്ന് കുടുങ്ങേണ്ടതുണ്ടായാൽ തന്നെയും ഗൈറ ബാഗിൻ, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാകരുത്, വലാ ആദിൻ, നിങ്ങൾ ആ അനുവദനിക്കപ്പെട്ട ലിമിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഒരാൾ പന്നിമാംസം കഴിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നു എന്ന് കരുതുക, വേറൊരു ഭക്ഷണവും ഇല്ല, അങ്ങനെയാണെങ്കിൽ തന്നെയും ആ ജീവൻ നിലനിർത്താവുന്ന ഒരു അംശം ഉണ്ടാവും, അത് കഴിക്കേണ്ടി വരുന്ന ആ ഒരു തോതുണ്ടാവും, അത് മാത്രം. അതല്ലെങ്കിൽ അത് ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും, അതും പാടില്ല. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അങ്ങനെ വന്നാൽ ഗൈറ മുത്തജാനിഫിൽ ഇസ്മിൻ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അങ്ങനെ ആൾ തെറ്റ് ചെയ്യണമെന്ന് കരുതിയതല്ല, പക്ഷേ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ പട്ടിണി കൊണ്ട് വലഞ്ഞ് ഭക്ഷണത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ടാണ് പണ്ഡിതന്മാർ ഇത് പറയുന്നത്. ഫഇന്നല്ലാഹു ഗഫൂർ, അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹ് പുറത്തു കൊടുക്കും. ഇതിനെയാണ് ഇസ്ലാമിലെ സാമ്പത്തിക നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. ചില അവശ്യ ഘട്ടങ്ങൾ, അനിവാര്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അനുവദനീയമാക്കി കിട്ടും, പക്ഷെ അള്ളാഹ് വെച്ചിട്ടുള്ള ഷർത്ത് ബാധകമാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ മുആമലാത്ത് മാലിയ, സാമ്പത്തികമായ ഇടപാടുകൾ, ഈ സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇസ്ലാമിലെ സാമ്പത്തിക ഇടപാടുകൾ. സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ആ ഇനങ്ങൾ എന്താണ് എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് ഇസ്ലാമികമായി അതിനെ പറയുന്ന പേര് അൽ മുആവലാത്ത് എന്നാണ്. എന്താണ് അൽ മുആവലാത്ത്? കൈമാറ്റ ഇടപാടുകൾ. ഇവൾ പകരം എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നത്, ഇതിനെയാണ് കൈമാറ്റ ഇടപാടുകൾ എന്ന് പറയുക. അതായത് പകരത്തിന് പകരമായി രണ്ട് കക്ഷികൾ, ചിലപ്പോൾ അത് രണ്ട് വ്യക്തികളാകാം, അതല്ലെങ്കിൽ രണ്ട് പാർട്ടികളാകാം, രണ്ട് കക്ഷികൾ പകരത്തിന് പകരം കൊടുക്കുന്നതിനെയാണ് മുആവലാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ഫിഖ്ഹിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം മലയാളത്തിലൊക്കെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഈ വാക്കിങ്ങനെ വരും, മുആവലാത്ത് മുആവലാത്ത് എന്ന്. അത് കണ്ട് നിങ്ങൾ തെരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുആവലാത്ത് അതിൻ്റെ പരിധിയിൽ വരുന്ന ചിലത്, ഇപ്പോൾ ഉദാഹരണം കച്ചവടം, വാടക. അപ്പോൾ അത് കച്ചവടത്തിൽ വ്യാപാരി വസ്തു കൈമാറും, അപ്പോൾ ആ വസ്തുവിന് തുല്യമായ ഒരു തുക ഇങ്ങോട്ട് കൈമാറും, അതിൻ്റെ വില, അതിൻ്റെ ഖീമത്ത് എന്ന് പറയുന്നൊരു സംഗതി കൈമാറും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളൊരു മുതൽ കൊടുക്കുന്നു, അതിന് തുല്യമായ ഒരു പകരം ഇങ്ങോട്ട് കൊടുക്കുന്നു. അത് മുആവലാത്ത്, കൈമാറ്റ ഇടപാടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വാടകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോൾ വാടകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രയോജനം ഒരാളെടുക്കും. വാടക കെട്ടിടമാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾ അവിടെ കൊടുക്കുന്ന റൂമിൻ്റെ പ്രയോജനം, ആരാണോ വാടകയ്ക്ക് ആ റൂം എടുക്കുന്നത് അയാൾ എടുക്കും. പകരമായി ആ പ്രയോജനത്തിന് പകരം ഒരു പണം കൊടുക്കും. ഇതാണ് ഒരു തരം ഇടപാട് എന്ന് പറയുന്നത്, അതായത് കൈമാറ്റ ഇടപാടുകൾ. എന്നാൽ ഇസ്ലാമിലെ മറ്റൊരു ഇടപാട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഈ പള്ളി കഴിഞ്ഞും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിരിവ് നടത്തുക എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പരിപാടി പോലെയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇസ്ലാം പറയുന്നത് അതും ഒരു ഇടപാടാണ്. അതും ഒരു ഇടപാടാണ്. അതായത് തബർറുആത്ത് എന്നതിനെ പറയും. ദാനങ്ങൾ, ഒരാൾ സ്വന്തം നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഇടപാടുകളെയാണ് തബർറുആത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് മുആവലാത്താണെങ്കിൽ രണ്ടാമത്തേത് തബർറുആത്താണ്. മറ്റൊരാളുടെ സഹായത്തിന് എനിക്ക് അതിൽ നിന്ന് ഒന്നും തിരിച്ചൊന്നുമില്ല. ഇന്നാലാ നുരീദു മിൻ ലാ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞാനിത് ചെയ്യുന്നതിൽ പടച്ചവനെ മുൻനിർത്തി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഇടപാടുകൾ, അതിനെയാണ് ഇസ്ലാം തബർറുആത്ത് എന്ന് പറയുന്നത്. ദാനങ്ങൾ, സഹായങ്ങൾ, അതല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ എന്നൊക്കെ പറയുന്ന ഇടപാടുകൾ അക്കൂട്ടത്തിൽ വരികയാണ്. അപ്പോൾ ഇത്തരം ഇടപാടുകളിൽ ഒരാൾ സഹായത്തിന് പകരം അതിനൊരു പ്രതിഫലം വാങ്ങിക്കും. ഇപ്പോൾ കടം കൊടുക്കുക എന്നുള്ളതൊരു സഹായം. ഒരാൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ കടം കൊടുക്കുന്നു. കടം കൊടുക്കൽ നിർബന്ധമുള്ള കാര്യമല്ല, അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കടം കൊടുക്കൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല. പക്ഷെ കടം കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രതിഫലവുമായി ചേർത്ത് വരുമ്പോൾ അത് സാധനം വേറെയാണ്. ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ആളുകൾ എവിടെ നിന്നും കടം കിട്ടും, അത് കുറച്ച് പലിശ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ആർക്കും കടം കൊടുക്കാം, കുറച്ച് പലിശ വാങ്ങിയാൽ മതി.
അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ കടം ആവശ്യമായി വരും, സ്വാഭാവികമാണ്. ഒരാൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു നീക്കിയിരിപ്പ് തുകയിൽ നിന്നാണല്ലോ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് കടം കൊടുക്കുക. അങ്ങനെയാണ്. ഒരാൾക്ക് ഇല്ലാത്തതിൽ നിന്ന് വേറൊരാളിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അയാളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരു പൈസ, അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും കടം കൊടുക്കും. ആ കടം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് സഹായമാണ്. ആ കടത്തിൽ എന്തെങ്കിലും കൂടുതലായി അയാൾ ഷർത്ത് വെക്കുന്നു, അത് പ്രതിഫലം. അത് ഇവിടേക്കാണ് ഈ ബിസിനസ്സിലും അതുപോലെ തന്നെ കടത്തിലൊക്കെ ഉള്ള വ്യത്യാസം വരിക. ചിലർ ബിസിനസ്സിന് കൊടുക്കുന്ന പൈസ കടമാണെന്ന് പറയും. അവിടെയൊക്കെ ആ സാധനം തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് കടമായി കൊടുക്കുക, ഒരു ബിസിനസ്സുകാരന് 2 ലക്ഷം രൂപ കടമായിട്ട് കൊടുക്കാം. അത് കടമാണ് എന്നുണ്ടെങ്കിൽ കടമായിട്ട് തന്നെ ബിസിനസ്സുകാർക്ക് അങ്ങനെ കടം കൊടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ കടം കൊടുത്തു, അതല്ലെങ്കിൽ കടം വാങ്ങി, അങ്ങനെ അത് കടത്തിന്റെ നിയമമാണ്. വേറൊരു ഘട്ടത്തിൽ നിങ്ങൾ കടം കൊടുത്തു, ആ കടം കൊടുത്തതിന് മാസം പറയാണ് എനിക്കൊരു 2500 ഉറുപ്പ്യം വേണം. അപ്പൊ പിന്നെ അത് കടമല്ല, അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരവസ്ഥയാണ് ഉള്ളത്. മാസം 2500 രൂപ വേണമെന്ന് നിങ്ങളതിന് ഷർത്ത് വെച്ചാൽ അത് പലിശയായി. കാരണം ബിസിനസ് നടക്കുന്നതനുസരിച്ചല്ലേ ഈ സാധനം തരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നതനുസരിച്ച് ചിലപ്പോൾ 2500 ആയിരിക്കില്ല കൊടുക്കേണ്ടി വരും, 5000 ആയിരിക്കും, 10000 ആയിരിക്കും. ഈ മാസം കച്ചവടം നടത്തുന്നില്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റൂല. സ്വാഭാവികമായും ഈ കൊടുക്കുന്ന ആളെ മുഷാരിക്ക് എന്ന് പറയാം, പങ്കാളി എന്ന് പറയാം. എത്ര തന്നെ ഇയാൾ ഇൻവെസ്റ്റർ അല്ല എന്ന് പറഞ്ഞാലും ഇയാളുടെ പൈസ ഇതിലേക്ക് വന്നാൽ ഇയാൾ ഇൻവെസ്റ്ററായി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പദമുണ്ട് ഇതിന്, റോളിംഗ് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റോളിംഗ് ഇൻവെസ്റ്റിലാണോ ആ റോളിംഗ് കടത്തിലാണോ എന്നൊക്കെ ഒന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ഈ കടത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ കൊടുത്തു, ബിസിനസ് പൊട്ടുമ്പോഴാണ് കുറേ പേര് ക്യൂ നിന്നിട്ട് പറയാ ഞാൻ കടം കൊടുത്തിരുന്നു. ഈ അടുത്തൊരു മസ്ലഹത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. കടം കൊടുത്ത ആൾ അതുവരേക്കും അയാൾ പറഞ്ഞത് ഞാൻ 10 ലക്ഷം കടം കൊടുത്തിരുന്നു, ഒരു കണക്കും ഇതുവരേക്കും ഇല്ല. അപ്പം കടം പിടിച്ച ആളും കടം വാങ്ങിയ ആളും കൊടുത്ത ആളും ബിസിനസ് കോവിഡുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് പൊട്ടിയ ഒരാളാണ്. അയാളുടെ മുമ്പിൽ ചെന്നപ്പോൾ ആൾ പറയും ഞാൻ ഇയാൾക്ക് 1.5 കൊല്ലം കോവിഡ് വരേക്കും എന്ത് ചെയ്തിരുന്നു, മാസാമാസം കണക്കടക്കം വെച്ച് ഇയാൾക്ക് എന്താണോ ഉള്ളത് വെച്ച് ഒരു കൊല്ലത്തിന് അവസാനം കണക്ക് നോക്കും. ഇസ്ലാമികമായി തന്നെ ഞാനത് ചെയ്തിരുന്നു. അപ്പോൾ ഇയാളോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ മാസം വാങ്ങിച്ചിരുന്നോ ഇയാളിൽ നിന്ന് മാസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിച്ചിരുന്നോ? അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇയാളുടെ മുമ്പിൽ എത്തുമ്പോഴാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹുക്കുമും അതിൻ്റെ നിയമവും വേറെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ കൂടുതൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ദാനം, കടം കൊടുക്കുക എന്നുള്ളതും ബിസിനസ്സിൽ ഏർപ്പെടുക എന്നുള്ളതും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾച്ചേർന്ന് പോകാതിരിക്കാൻ, അത് ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഹുക്കുമ് വേറെയാണ്. അത് ഇസ്ലാമിലെ മുലാറബ, മുഷാറക്ക എന്ന് പറയുന്ന പങ്കാളികൾക്ക് അനുവദനീയമായിട്ടുള്ള അവർക്കർഹമായിട്ടുള്ള ചില വിഹിതങ്ങളുണ്ട് ഇസ്ലാമിൽ. അത് അതിൻ്റെ നിയമമാണ്. അതല്ലെങ്കിൽ മുലാറബ എന്ന് പറയുന്ന ഒരാളുടെ പൈസ കൊണ്ട് വേറൊരാൾ ബിസിനസ് എടുത്ത, അതായത് ഞാൻ പൈസ മാത്രം ഇറക്കുന്നു, സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. വേറൊരാൾ അതിൽ പൈസ കൊണ്ട് ബിസിനസ് നടത്തുന്നു. ആ പൈസ കൊണ്ട് ബിസിനസ് നടത്തുന്ന ആൾ, അയാൾക്ക് അയാളുടെ ലാഭത്തിലൊരു വിഹിതം ഉണ്ടാവും, അയാൾക്കൊരു ശമ്പളം ഉണ്ടാവും, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ അതിനെ കടവുമായി ബന്ധപ്പെടുത്തി ബിസിനസ്സിൻ്റെ റോള് അതിൽ നിന്ന് തീർത്തും നീക്കി വെച്ച് ബിസിനസ്സിനെയും കടത്തിനെയും പരസ്പരം തിരിച്ചറിയാത്ത വിധം അതിനെ മാറ്റുന്നുണ്ട് എങ്കിൽ ഇസ്ലാമികമായ നിയമങ്ങൾ അതിൻ്റെ അജ്ഞതയോ ഏറ്റവും ചുരുങ്ങിയത് അവഗണനയോ ആണ് ആ വിഷയത്തിൽ നടക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. മറ്റൊന്ന് മുഷാറക്കാത്താണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കൂട്ടിടപാടുകൾ, പങ്കാളിത്ത സംരംഭങ്ങൾ, ഇതിനൊക്കെ നിയമമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇമാമുമാർ എന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച് കേൾക്കുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ചരിത്രം? ഇസ്ലാമിക ചരിത്രം നമ്മൾ ചോദിക്കും, ഷാഫി മദ്ഹബിൽ നിസ്കാരം എങ്ങനെയാണ്, ഹനഫി മദ്ഹബിൽ നോമ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിൽ ഹജ്ജ് എങ്ങനെയാണ്, അതിലെ ഫർളും ജവാബും അതുപോലെ തന്നെ വുജൂബും വാജിബും ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഉഖൂദുകളുടെയും ബുയൂഉകളുടെയും കരാറുകളുടെയും കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് ഈ ഇമാമുമാർക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളുള്ളത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഇമാമുമാരുടെ ശിഷ്യന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് കൂടുതൽ കാണാൻ സാധിക്കുക.
അതുകൊണ്ട് അൽ മുഷാറക്കാത്ത്, പരസ്പരം ഇടപാടുകൾ നടത്തുമ്പോൾ, കൂട്ടിടപാടുകൾ നടത്തുമ്പോൾ, ഒരുമിച്ചുള്ള സംരംഭകത്വ പാർട്ട്ണർഷിപ്പുകൾ നടത്തുമ്പോൾ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അതും ഇസ്ലാമികമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കും. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ദീനാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മുക്കുമൂലകളെ കുറിച്ച് പറയും, വ്യക്തി ചെയ്യുന്ന സോൾ പ്രോപ്പറേറ്റർഷിപ്പിനെ കുറിച്ച് പറയും, ഒറ്റക്കൊരാൾ നടത്തുന്ന കച്ചവടത്തെക്കുറിച്ച് ഇസ്ലാമിന് നിയമമുണ്ട്, രണ്ടുപേര് നടത്തുമ്പോൾ നിയമമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിയമമുണ്ട്, ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ നിഫ്റ്റിയിലോ സെൻസെക്സിലോ ഇനി നിങ്ങളുടെ സംരംഭത്തെ ലിസ്റ്റ് ചെയ്താൽ അതിന് വരെ ഇസ്ലാമിൽ നിയമമുണ്ട്. അതായത് ഇസ്ലാം ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ദീനാണെങ്കിൽ ഇതുകൂടിയുണ്ട്. അപ്പോൾ വലിയ വലിയ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഇതുകൂടി അറിയണം എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി നമുക്ക് ഹുത്തുബയിൽ വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ തങ്ങളുടെ തോത് എന്താണ്, തങ്ങളുടെ ഒരു വലുപ്പം എന്താണ്, അതല്ലെങ്കിൽ തങ്ങൾ നടത്തുന്ന വ്യവസായത്തിൻ്റെയോ ഇടപാടിൻ്റെയോ ഒക്കെ ഇസ്ലാമികമായ മാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. മറ്റൊന്ന് ഇസ്ലാം പറയുന്നത് തൗസീഖാത്ത്, ഈടുവെക്കൽ. സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ഇടപാടുകൾ, അതിനെയാണ് മറ്റൊരു ഇസ്ലാമിക മുആമലാത്ത് മാലിയ പണ ഇടപാടുകളുടെ കൂട്ടത്തിൽ തൗസീഖാത്ത് എന്ന് പറയുന്ന നാലാമത്തൊരു കാറ്റഗറിയെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അൽ ഇത്ലാഖാത്ത്, അധികാരപ്പെടുത്തൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. ഇസ്ലാമിക ഫിഖ്ഹിൽ 1200 കൊല്ലങ്ങൾക്കപ്പുറം നിങ്ങൾ ഇമാം അബൂ ഹനീഫയുടെയും മറ്റും ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ, അദ്ദേഹത്തിൻ്റെ മജ്മഉ ഫിഖ്ഹിയിലെ, അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹ് അസംബ്ലിയിലെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ചർച്ചകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ എങ്ങനെയാണ് ഒരു ഭരണകൂടം നിലനിന്നിരുന്നത്, എങ്ങനെയാണ് ഭരണകൂടങ്ങൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന രാജ്യാതിർത്തികൾക്കുള്ളിൽ നിലനിൽക്കുന്ന കറൻസി വിനിമയങ്ങൾ മാത്രമല്ല ദേശരാഷ്ട്രങ്ങൾക്കും അപ്പുറമായി ഒരു ഗ്ലോബൽ സംഭവമായിക്കൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം നിലനിന്നത് എന്നുള്ളത് ഒരു കറൻസി വിനിമയശേഷി, സാമ്പത്തിക വിനിമയശേഷി വികസിപ്പിക്കാൻ പറ്റുന്ന ഇലാസ്തികതയോടുകൂടി, ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു മുറൂനത്ത്, അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇസ്ലാമിന് ജാമ്യം നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് അൽ ഇത്ലാഖാത്ത്, എങ്ങനെയാണ് ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമില്ലാത്തൊരു സ്വത്തിൽ അയാൾക്ക് അവകാശം കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതായത് അതിൻ്റെ യഥാർത്ഥ അവകാശി ഇയാളെ അധികാരപ്പെടുത്തുമ്പോൾ ഇപ്രകാരം അൽ ഇസ്തിഹ്ഫാളാത്ത്, സംരക്ഷണം ഏറ്റെടുക്കൽ. ചില വസ്തുക്കൾ ഒരു പ്രതിഫലവും കൂടാതെ ചിലതിൻ്റെയൊക്കെ സംരക്ഷകരാകേണ്ടി വരും നമ്മൾ, കസ്റ്റോഡിയൻസ്. ഇപ്പോൾ പള്ളിയുടെ, മഹല്ലിൻ്റെ, വഖഫ് സ്വത്തുക്കളുടെ. അപ്പോൾ കസ്റ്റോഡിയൻസ് ആകുമ്പോഴുള്ള നിയമങ്ങൾ എന്താണ്? ചിലത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെക്കേണ്ടി വരും. അങ്ങനെ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. അതായത് വഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു കുട്ടി, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്ന ഒരു സ്വത്ത്, അത് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടുന്ന പരിധി എത്രയാണ്? നിങ്ങൾ എങ്ങനെയാണത് ബാക്കിയുള്ളവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നിയമം എന്താണ്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മൾ ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ പലിശ പാടില്ല, അതല്ലെങ്കിൽ പരസ്പരം സഹായിക്കണം, എന്തെങ്കിലും കുറച്ച് സക്കാത്ത് കൊടുക്കണം, സ്വതക്ക കൊടുക്കണം, ഇങ്ങനെ മാത്രമല്ല. മലയാളത്തിൽ നിന്ന് അൽഹംദുലില്ലാ ഇതിൻ്റെ മുക്കുമൂലകളെക്കുറിച്ച് വിശദമായി പറയുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും ഇന്ന് അവലംബിക്കാൻ പറ്റുന്ന ഇസ്ലാമിക് ഫിനാൻസ് അക്കാദമികളൊക്കെ ഉണ്ട്. ഓരോരുത്തരും അവരുടെ ആവശ്യം, നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ നമ്മളോട് ബന്ധപ്പെട്ടാൽ തന്നെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ തന്നെ ഇതിനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ചും ഈ മേഖലയിൽ സജീവമായി ഇടപെടുന്ന ഒരുപാട് ബിസിനസ്സുകാരും സംരംഭങ്ങളുടെ നടത്തിപ്പുകാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവർ ഈ വിഷയത്തിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും റുക്കുനും ഒക്കെ അറിയുന്നത് പോലെ എന്താണ് എൻ്റെ ഇടപാടുകളുടെ ഇസ്ലാമികതയുടെ ന്യായം, അതല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താൻ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ശ്രദ്ധ വേണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ, നമ്മുടെ കഴിവുകൾ അള്ളാഹു ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ വാർത്ത വളരെ വേദനാജനകമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്ക് മേൽ അവർ എവിടെയാണോ സുരക്ഷിതരായി, നിങ്ങൾ ഇവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞങ്ങൾ തകർക്കുമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എവിടേക്കാണോ മാറി താമസിച്ചത് അവിടെ പോയി ടാർഗറ്റ് ചെയ്ത് ബോംബിങ് നടക്കുന്ന
ഒരു സമയമാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആസന്നമായ വിജയവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും മെച്ചപ്പെട്ട ഒരു ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് അള്ളാഹു ലോകത്തെ എത്തിച്ചു തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി നമ്മുടെ ഖുത്ബയിൽ പങ്കെടുക്കുന്ന സഹോദരൻ്റെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം ആനന്ദകരമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെയും അവരെയും എല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ അഹദിൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا المجاهدين في أرض فلسطين. اللهم انصرهم بنصرك العزيز. اللهم كن معهم ولا تكن عليهم. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم هدم حصونهم. اللهم أقل نفوذهم. اللهم فرق جمعهم يا رب العالمين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. قوموا للصلاة.